കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരൻ, സഭയുടെ പ്രധാന പിതാക്കന്മാരായി കർത്താവിൻ്റെ ശിഷ്യന്മാരായ മാർ പത്രോസ് പൗലോസ്ലീഹന്മാരുടെ ഓർമ്മ ദിനം നാം ആചരിക്കുമ്പോൾ അവരുടെ ജീവിത സാക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതിന് നമുക്ക് വെളിച്ചം വീശുന്ന രണ്ട് വേദഭാഗങ്ങൾ ഈ സമയത്ത് നമുക്ക് ഓർക്കാം. ഒന്നാമതായിട്ട് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യം. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. രണ്ടാമത്തെ ഒരു വാക്യം പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ചരിത്രത്തിൽ പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 15-ാമത്തെ വാക്യം. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. പൗലോസ്ലീഹ ദമസ്കോസിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ ശിഷ്യൻ അനന്യാസ് പൗലോസ്ലീഹായെ സ്വീകരിക്കുവാൻ കർത്താവ് പറയുമ്പോൾ അല്പസന്ദേഹം വെളിപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് അനന്യാസിനെ കർത്താവ് ശക്തിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. ദൈവത്തിന് പൗലോസ്ലീഹായെക്കുറിച്ചുള്ള ഉദ്ദേശ്യം എന്തായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ്. ദൈവം എന്തിനാണ് പൗലോസ്ലീഹായെ തിരഞ്ഞെടുത്തത്? മറ്റൊന്ന് നാം ആദ്യം കേട്ടത്, പത്രോസ്ലീഹായി എന്ത് കിട്ടും ഞങ്ങൾ നിന്റെ പിന്നാലെ വന്നാൽ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ്ലീഹായിക്ക് ലഭിക്കുന്ന പ്രതിഫലം സ്വർഗരാജ്യത്തിൽ 12 ശ്ലീഹന്മാർക്ക് 12 സിംഹാസനങ്ങളിൽ ഇരിക്കുവാൻ കഴിയും. പത്രോസ്ലീഹായുടെ ചോദ്യത്തിന് കർത്താവ് എല്ലാ ശിഷ്യന്മാർക്കും വേണ്ടിയുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. ഇത് നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്നത് നാം മുമ്പേ ഏവങ്കേലിയായിട്ട് വായിച്ചു. അവരോട് ചോദിക്കുന്നുണ്ട്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ പല ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. യിരെമ്യാവെന്ന് പറയുന്നു, പ്രവാചകന്മാരിൽ ഒരാളെന്ന് പറയുന്നു, യോഹന്നാനെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ചോദ്യം വളരെ നിർണായകമായ ചോദ്യമാണ്. അവരൊക്കെ അങ്ങനെയൊക്കെ പറയുന്നു, പക്ഷെ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങൾ എൻ്റെ കൂടെ ഇത്രയും നാൾ ഞാൻ നിങ്ങളെ ശിഷ്യന്മാരായി കൊണ്ടു നടക്കുകയാണല്ലോ, നിങ്ങളെന്നെ ആരെന്നാണ് പറയുന്നത്? അപ്പോൾ പത്രോസ്ലീഹ പെട്ടെന്ന് പറഞ്ഞു, എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. പത്രോസ്ലീഹായിക്ക്
ലഭിക്കുന്നതായ മറുപടി എന്താണ്? ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തുന്നത്. പക്ഷെ അവിടെയല്ല ആദ്യം പറയുന്നത് എന്താ? നീ ഭാഗ്യവാൻ. ബറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ. പിതാവാം ദൈവമാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ശിഷ്യന്മാർക്കെല്ലാം അടിസ്ഥാന വിശ്വാസമായിട്ട് കാണുന്നു. വേദപുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പുതിയ നിയമത്തിൽ പത്രോസ് ശ്ലീഹന്മാരിൽ മുമ്പനായിട്ട് മറ്റുള്ളവർക്കെല്ലാം ഒരു തലവനായിട്ട് പ്രവർത്തിച്ചതായിട്ട് നാം കാണുന്നത്. അന്ത്രയോസ് ശ്ലീഹ പത്രോസ് ശ്ലീഹായേക്കാൾ പ്രായമുള്ളവനായിരുന്നുവെന്നാണ് പറയുന്നത്. എങ്കിലും പത്രോസ് ശ്ലീഹായാണ് അവരുടെ ഒരു തലവനായിട്ട് എപ്പോഴും അവർക്ക് ശ്ലീഹന്മാരുടെ സംഘത്തിൻ്റെ വക്താവായിട്ട് പ്രസംഗിക്കുന്നതായിട്ട് പറയുന്നതായിട്ട് നമ്മൾ കാണും. പത്രോസ് ശ്ലീഹായിക്ക് വരാനുള്ള ഭാഗ്യത്തെക്കുറിച്ചാണ് കർത്താവ് പഠിപ്പിക്കുന്നതെങ്കിൽ പൗലോസ് ശ്ലീഹായെക്കുറിച്ച് കർത്താവ് പറയുന്നത് എൻ്റെ നാമം ജാതികളുടെ മുമ്പാകെ വഹിക്കുവാനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ് എന്നാണ്. പത്രോസ് ശ്ലീഹായുടെയും പൗലോസ് ശ്ലീഹായുടെയും ജീവിതം നാം പരിശോധിച്ച് നോക്കുമ്പോൾ അനേകമായ അവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അത് വിശദമായി വർണ്ണിക്കുക അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും ഈ വിളിയിലുള്ളതായ ദൗത്യ നിർവഹണം, ആ ദൗത്യ നിർവഹണം അവർക്ക് എങ്ങനെ സാധിച്ചു, അവരുടെ ആ ദൗത്യ നിർവഹണത്തിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു സന്ദേശം ലഭിക്കുന്നത് എന്നാണ്. പത്രോസ് ശ്ലീഹായും പൗലോസ് ശ്ലീഹായും ക്രിസ്ത്യാനികളുടെ റോമാ സാമ്രാജ്യത്തിലെ ആദ്യ പീഡനകാലത്ത് റോമാ ചക്രവർത്തിയായ നീറോ ചക്രവർത്തി മുഖാന്തരം AD 64 രക്തസാക്ഷികളായവരാണ്. പത്രോസ് ശ്ലീഹ തലകീഴായ കുരിശുമരണത്തിന് സാക്ഷിയായി. കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ നാഥനായ ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങളെ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം. പൗലോസ് ശ്ലീഹായി റോമാ പൗരനെന്നുള്ളത് കൊണ്ട് മരണശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അത് വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുന്ന നിയമമാണ്. തൂക്കിക്കൊല്ലാനോ മറ്റോ സാധ്യമല്ലാത്തതുകൊണ്ട് അതുമാണ് നിർവഹിക്കപ്പെട്ടത്. ഈ ശ്ലീഹന്മാരുടെ ചരിത്രം നമുക്ക് നൽകുന്ന 3 കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ഈ ശ്ലീഹന്മാർ കർത്താവിൻ്റെ ഇഷ്ടന്മാരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അവരുടെ എല്ലാ ജീവിത വൈശിഷ്ട്യങ്ങളെയും സമാഹരിച്ചുകൊണ്ട് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടന്മാരായി ജീവിച്ചു എന്നുള്ളതാണ് അവരെക്കുറിച്ച് നമുക്ക് പൊതുവായി പറയാവുന്ന ഒരു കാര്യം. ഏൽപ്പിച്ചതായ ദൗത്യം ദൈവത്തിന് ഇഷ്ടമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചു. അതെങ്ങനെയാണ്? സുവിശേഷ ഘോഷണം മുഖാന്തരം, അതുപോലെ തന്നെ സൽപ്രവർത്തികൾ മുഖാന്തരം, ജ്ഞാന ഉപദേശങ്ങൾ മുഖാന്തരം ഒക്കെയാണ്. പൗലോസ് ശ്ലീഹായുടെ 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പലതരത്തിലുള്ളതായ കഷ്ടതകളിലും ദുഃഖങ്ങളിലും ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ ദൗത്യം നിർവഹിച്ചത്. തന്നെ നിയമിച്ചാക്കിയതായ ആളുകൾക്ക് ഒരു വിളക്കായി തന്നെ പ്രവർത്തിക്കുവാൻ, ജാതികളുടെ വിളക്കായി പ്രവർത്തിക്കുവാൻ, യഹൂദന്മാരല്ലാത്തവരുടെ വിളക്കായി പ്രവർത്തിക്കുവാനാണ് പൗലോസ് ശ്ലീഹായ്ക്ക് സാധിച്ചത്. പത്രോസ് ശ്ലീഹ പ്രധാനമായും
യഹൂദന്മാരുടെ ഇടയിലുള്ള സുവിശേഷ ഘോഷണമാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ്ലീഹ യഹൂദനല്ലാത്ത കൊർന്നല്യോസിനെ സ്നാനപ്പെടുത്തുകയും അങ്ങനെ യഹൂദന്മാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വേണ്ടിയാണ് നിന്നെ ആക്കിയിരിക്കുന്നതെന്നുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചത്. ഇത് ആ കർത്തവ്യ നിർവഹണം വളരെ ലളിതമായിട്ടോ ക്ഷിപ്രസാധ്യമായിട്ടോ ചെയ്തതല്ല. നേരെ മറിച്ച് വളരെ ഏകാഗ്രതയോടുകൂടി വളരെയധികം നിഷ്ഠയുള്ള ജീവിതത്തോടുകൂടി ആണ് അവർ നിർവഹിച്ചത്. മീൻപിടുത്തക്കാരായിരുന്നു, മറ്റ് ജോലികൾ ചെയ്തിരുന്നവരായിരുന്നു ശിഷ്യന്മാർ. പക്ഷെ അവർക്ക് ദൈവത്തിന് ഇഷ്ടന്മാരായി തീരുവാൻ സാധിച്ചു എന്നുള്ളത്. സിനഗോഗിൽ ചെന്ന് ഒരു പ്രസംഗം ചെയ്യുന്നു യേശുക്രിസ്തു. പെന്തിക്കോസ്തേ ദിവസം പരിശുദ്ധനായ പൗലോസ്ലീഹ ഒരു പ്രസംഗം ചെയ്യുന്നു. യേശുക്രിസ്തു പ്രസംഗിച്ചപ്പോൾ യഹൂദന്മാർ പറയുന്നു, ഇവന് യൗസേപ്പിൻ്റെയും മറിയാമിൻ്റെയും മകനല്ലേ, ഇവന് ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടി? കാരണം ന്യായപ്രമാണം മുഴുവൻ അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന ന്യായശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ അവിടെയുണ്ട്. അവർക്കാർക്കും മനസ്സിലാകാത്തതായ വ്യാഖ്യാനമാണ് യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തു എന്ന വാക്യം തുടങ്ങി വ്യാഖ്യാനിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നത് വരെയും വൈകുന്നത് മുതൽ വെളുക്കുന്നത് വരെയും കടലിൽ പോയി വലയിട്ട് മീൻ പിടിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നതായ പത്രോസ്ലീഹ പെന്തിക്കോസ്തേ ദിവസം സുദീർഘമായ ഒരു പ്രസംഗം ചെയ്തപ്പോൾ 3000 ആളുകൾ ഒരുമിച്ച് സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്നു. അതിൽ ന്യായപ്രമാണം അറിയുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരും ഉണ്ട്. നോക്കണം, വലിയ യാതൊരു വിദ്യാഭ്യാസവുമില്ലാത്ത കടലിൽ പോയി വലയിട്ട് മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുന്നതായ ഒരു സാധാരണ മുക്കുവൻ, ആ സാധാരണ മുക്കുവൻ്റെ പ്രസംഗം കൊണ്ട് 3000 പേര് ക്രിസ്ത്യാനികളായി എന്ന് പറയുമ്പോൾ ആ ദൈവിക ജ്ഞാനം അവർക്ക് എവിടെ നിന്നാണ്? ആ ദൈവിക ജ്ഞാനം അവർക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടന്മാരായി ജീവിച്ചതുകൊണ്ടാണ്. ഇത് തന്നെയാണ് നമുക്കും ഈ ലോകത്തിൽ ഇന്ന് ശ്രദ്ധിക്കുവാനുള്ളത്. ലോകത്തിൽ നമുക്ക് ദൈവത്തെ അറിയുന്ന ഒരു ജ്ഞാനം ആവശ്യമാണ്. കാരണം ഇന്ന് ലോകം പോകുന്നതായ പോക്കെന്ന് പറയുന്നത് പാപങ്ങളെയെല്ലാം ലഘൂകരിച്ച് പാപമല്ലാതായി സാധാരണ മനുഷ്യൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളായിട്ട് വിശദീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവികമായ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെ വിജയിക്കാൻ സാധിക്കൂ. മനുഷ്യൻ ചെയ്യുന്ന പല തെറ്റുകളെയും ന്യായീകരിച്ചും ആ തെറ്റിനെല്ലാം മാനുഷികമായ രീതിയിൽ സാധാരണ ലോകത്തിൻ്റെ നടപ്പനുസരിച്ചുള്ള ചില രീതികളുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ ലഘൂകരിച്ച് കാണുകയും അവയൊക്കെ സാധാരണ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ആ സമയത്ത് ദൈവികമായ ജ്ഞാനത്തോടുകൂടെ ജീവിക്കുവാനും അവനവൻ്റെ ജീവിതത്തെ ചിട്ടയോടും നിഷ്ഠയോടും കൂടെ നടത്തുവാനും
അങ്ങനെയുള്ളതായ പ്രത്യയ ശാസ്ത്രങ്ങളും വെല്ലുവിളികളും ഉയരുന്നതിനെതിരെ ക്രിസ്തീയമായ അടിത്തറ ഇളകാതിരിക്കണമെങ്കിൽ അതിന് ശിഷ്യന്മാരെ പോലെയുള്ള ജ്ഞാനം നമ്മൾ സമ്പാദിക്കും. കുറവുള്ളവരാണ്, അല്ലെങ്കിൽ യാതൊരു ജ്ഞാനവും ഇല്ലാത്തവരായിരുന്നുവെങ്കിലും അവരാ ജ്ഞാനം സമ്പാദിച്ചത് യേശുക്രിസ്തുവുമായുള്ള നിരന്തര ബന്ധത്തിൽ നിന്നാണ്. മുക്കുവരും ഇടയന്മാരും ചുങ്കക്കാരുമൊക്കെ ആയിരുന്ന അവര് വലിയ തത്വജ്ഞാനികളായിട്ട് ദൈവരാജ്യം പ്രസംഗിച്ച് ന്യായപ്രമാണത്തിന് അതീതമായിരിക്കുന്ന ദൈവകൃപയെക്കുറിച്ച് മനസ്സിലാക്കി യേശുക്രിസ്തുവിൻ്റെ രക്ഷയുടെ മാർഗമായി ഉള്ള കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ തക്കം ഇടയായത് ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള കർത്താവിൻ്റെ ആ സന്ദേശമാണ്. കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. ആ കർത്താവിനോടുള്ളതായ നിരന്തര പരിചയമാണ് അവർക്ക് അപ്രകാരം പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ ജ്ഞാനമുണ്ടാകുവാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ലോകത്തെ, ഇന്ന് നാം നിവസിക്കുന്ന ലോകത്തിൻ്റെ അവസ്ഥകളെ ശരിയാവണ്ണം മനസ്സിലാക്കി തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കുവാനും യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലനുസരിച്ച് ഇതെന്താണ് എന്ന് ശരിയാവണ്ണം മനസ്സിലാക്കുവാനുമുള്ള ജ്ഞാനം ശ്ലീഹന്മാരെ പോലെ നമുക്ക് നേടണമെങ്കിൽ യേശുക്രിസ്തുവുമായുള്ള നിരന്തര ബന്ധം നമുക്കുണ്ടാകണം. അതിനാണ് നമുക്ക് പ്രാർത്ഥന, നോമ്പ്, ഉപവാസം എന്നൊക്കെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയെ വേണ്ട രീതിയിൽ ഫലവത്താക്കി കൊണ്ടുപോകുന്നതിന് അതിന് സഹായമായി ഉപവാസവും നോമ്പും അനുഷ്ഠിക്കുകയും നിരന്തരമായി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ച് കുമ്പസാരിക്കുകയും കുർബാന അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് നിരന്തരമായി പോയെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഇതൊന്നും നേടിയെടുക്കാൻ ഒക്കുകയില്ല. നിരന്തരമായ പരിശ്രമത്തിൽ കൂടി മാത്രമേ നമുക്ക് ഇത് നേടുവാൻ സാധിക്കുകയുള്ളൂ. ഈ ജ്ഞാനം, തിരിച്ചറിവ് അത് വലിയ കാര്യമാണ്. നന്മ ഏതെന്നും തിന്മ ഏതെന്നും ഉള്ളതായ ഡിസൈനിങ് പവർ, വിവേചന ശക്തി, അത് ക്രിസ്തീയമായ അർത്ഥത്തിൽ വിവേചനാശക്തി ഉപയോഗിച്ച് ധൈര്യമായി അതിനെക്കുറിച്ച് പറയുവാനുള്ള, നിലപാടെടുക്കുവാനുള്ളതായ ധൈര്യം നമുക്കുണ്ടാകണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് മാത്രമേ സാധിക്കൂ. അതല്ലാതെ ഈസിയായുള്ളതായ നമ്മുടെ ജീവിതത്തിന് ഈ പിതാക്കന്മാരുടെ ജ്ഞാനം, തിരിച്ചറിവ്, വിവേചനം നമുക്ക് ലഭിക്കുകയില്ല. ഒരു ദിവസം നോമ്പെടുത്തുകൊണ്ടോ ഉപവസിച്ചതുകൊണ്ടോ ആകുകയില്ല. ഒരു ജീവിതകാലം മുഴുവനും അവർ യേശുക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നതുപോലെ ഒരു ജീവിതകാലം മുഴുവനും നിഷ്ഠയോടുകൂടിയുള്ളതായ, ചിട്ടയോടുകൂടിയുള്ള ജീവിതത്തിൽ കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചിട്ടയുള്ള ജീവിതത്തിൽ വരുമ്പോൾ നമുക്കൊരു ഏകാഗ്രത നമ്മുടെ ജീവിതത്തിലുണ്ടാവും. എന്താണ് ആ ഏകാഗ്രത? യേശുക്രിസ്തുവും ഞാനുമായുള്ളതായ ബന്ധം. ആ യേശുക്രിസ്തുവിനെ കാണുവാനും കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനും, യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുവാനും, എൻ്റെ സാധാരണ പ്രവർത്തനങ്ങളെല്ലാം യേശു എൻ്റെ അടുത്തിരിക്കുന്ന ആ യേശുവിനോട് സംസാരിക്കുന്ന ആ ഏകാഗ്രത നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ലഭിക്കണം. ആ ഏകാഗ്രതയുള്ളവരെയാണ് സന്യാസ ജീവിതത്തിൽ ഈഹിദായക്കാരെന്ന് വിളിക്കുന്നത്. ഈഹിദായക്കാരെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏകാന്തവാസികളെന്നാണ്. ഈഹിദായക്കാരെന്ന് പറയുന്ന സന്യാസ സമൂഹം ഹെർമിറ്റ്സ് എന്നാണ് പറയുന്നത്. അവർ ഏകാന്തവാസികളാണ്. പക്ഷേ വെറുതെ ഒരു മുറിയിൽ കയറി കഥകടച്ചിരുന്നാലും ഏകാന്തവാസിയാകും. അതല്ല ഏകാന്തവാസി. ഏകാന്തവാസി ഏകാഗ്രതാവാസികളാണ്. അവർ ദൈവമെന്നുള്ളതായ ചിന്തയിൽ മാത്രമായി അവർ മുറിയിൽ കഥകടച്ചിരുന്നവരല്ല. ആ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി ആ ഏകാഗ്രത കൈവരിച്ചവരാണ് എന്നുള്ളത്.
കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ മലയാള മനോരമ വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾ മറന്നുപോയെങ്കിൽ ഞാനത് ഓർപ്പിക്കും. അമേരിക്കയിൽ അരിസോണ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഫീനിക്സ് എന്ന് പറയുന്നതായ സിറ്റിക്ക് അടുത്തായിട്ട്, തൊട്ടടുത്തല്ല, കുറച്ച് ദൂരമാണ്, ഗ്രാൻഡ് കാനിയൻ എന്ന് പറയുന്ന ഒരു വലിയ ഗർത്തമുണ്ട്. പണ്ട് കടലായിരുന്നുവെന്നും കടൽ ഇറങ്ങിപ്പോയിട്ടുള്ളതായ ഒരു ഭാഗമാണെന്നും വലിയൊരു ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പഠിച്ച് പറയുന്നുണ്ട്. അതിന് വീതി, ആ ഗ്രാൻഡ് കാനിയൻ എന്ന് പറയുന്നതായ പാറ ഇടുക്കിന് ഉള്ളതായ വീതി എന്ന് പറയുന്നത് 427 മീറ്ററാണ്, ഏതാണ്ട് 1/2 കിലോമീറ്ററോളം. അതിൻ്റെ താഴ്ചയെന്ന് പറയുന്ന അതിനേക്കാൾ 457 മീറ്ററാണ്, അത്രയും താഴ്മുള്ളതാണ്. 2002 ഞാനത് കാണാൻ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് അകത്തോ താഴോട്ട് നോക്കുമ്പോൾ സാധാരണ ധൈര്യമുള്ളവരല്ലെങ്കിൽ അപ്പോൾ തന്നെ അവിടെ തല ചുറ്റി വീഴും. അതുപോലെയുള്ള, ഇറങ്ങുകയൊന്നും വേണ്ട, അത്രമാത്രം ആഴ്ചയുള്ളൊരു സ്ഥലമാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് നിക്ക് വണ്ടേല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതിൻ്റെ മുകളിൽ കൂടി 427 മീറ്റർ വീതിയുള്ള അതിൻ്റെ മുകളിൽ കൂടി ഈ 457 ആഴമുള്ളതിൻ്റെ മുകളിൽ കൂടി ഒരു അയൺ റോപ്പിൽ കൂടി 22 മിനിറ്റും 54 സെക്കൻഡും കൊണ്ട് ഇക്കരെ നക്കരെ നടന്ന് ചെന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ബാലൻസ് തെറ്റാതിരിക്കാൻ 20 കിലോ ഭാരമുള്ള ഒരു വടി കയ്യിലുണ്ടായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും ഈ നിക്ക് വണ്ടേല എന്ന് പറയുന്നയാൾ രാവിലെ ഒരു ദിവസം എഴുന്നേറ്റ് ഇങ്ങനെ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചതാണ്. അദ്ദേഹത്തിന് 39-40 വയസ്സുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഇതുപോലെയുള്ള ഒരു സാഹസികനായിരുന്നു എന്ന് പറയുന്നുണ്ട്. തൻ്റെ കുഞ്ഞുനാൾ മുതലുള്ളതായ പരിചയമാണ്. ലോകത്തിൽ ആദ്യമായിട്ട് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഒരു റോപ്പ് കെട്ടി നടന്ന് അക്കരെ ചെന്നതാണ് ഈ മനുഷ്യൻ. ഇതുവരെ ആരും അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹത്തിന് ശേഷമോ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഗ്രാൻഡ് കാനിയന് മുകളിൽ കൂടി ഇക്കരയും അക്കരയുമായിട്ട് ചെന്നിരിക്കുന്ന ഏക വ്യക്തി ചരിത്രത്തിൽ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ഗ്രാൻഡ് കാനിയൻ എന്ന് പറയുന്നത്. അതൊരു ദിവസം കൊണ്ടല്ല, അദ്ദേഹം എത്രയോ വർഷങ്ങളുടെ പരിചയം, വർഷങ്ങളുടെ പരിശീലനം കൊണ്ടാണ് അത് നേടിയെടുത്തത് എന്ന് നമുക്കറിയാം. ഒരു ദിവസം കൊണ്ട് ഒളിമ്പ്യൻ മെഡൽ നേടുന്നവരാരുമില്ല. ഒരു ദിവസം ഓടിയാൽ ഒളിമ്പ്യൻ മെഡൽ കിട്ടുകയില്ല. നിരന്തരമായി വർഷങ്ങളോളം അതിൻ്റെ പരിചയത്തിൽ നിന്ന് ലഭിക്കുന്ന, അവസാനം ലഭിക്കുന്നതായ പരിചയത്തിൽ നിന്നുള്ളതാണ്. ഇതുപോലെ ദൈവികമായ വിവേചനാശക്തിയോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുവാനും ലോകത്തെ ശരിയാവണ്ണം വിവേചിച്ചറിയുവാനുമുള്ള ശക്തി നേടുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടും ഒരു രാത്രി കൊണ്ടും അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടും കിട്ടുന്നതല്ല. പിതാക്കന്മാർ വളരെ നാളുകളുടെ നിയന്ത്രണത്തിൽ, പരിചയത്തിൽ നിന്ന് നേടിയെടുത്തതായ ആ ഒരു വലിയ പരിചയം, വിവേചനാശക്തിയാണ് ഈ പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ഉദാഹരണമായി മനസ്സിലാക്കുവാനുള്ള ഒരു കാര്യം. അതിന് നിരന്തരമായ ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളെന്ന് പറയുന്ന അർത്ഥത്തിൽ ജീവിക്കുന്നതിൽ നമ്മൾ പരാജിതരാകും. രണ്ടാമത്, ഈ പിതാക്കന്മാരെ കുറിച്ച് പറയുന്നതായ സമയത്ത് പത്രോശ്ലീഹ തലകീഴായി കുരിശിക്കപ്പെട്ടു, പൗലോശ്ലീഹ ഗളച്ഛേദം ചെയ്യപ്പെട്ടു. പക്ഷേ അത് ഒരു നിമിഷത്തിൽ നടന്ന കാര്യമാണ്. ആ ഒരു നിമിഷത്തിൽ നടന്നതല്ല, അതിനു മുമ്പായിട്ട് അവർ അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവരാണ്.
എന്തുകൊണ്ടാണ് ആ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയത്? അവർ ദൈവത്തെ, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായിരുന്നു എന്നുള്ളത്. ആത്മാർത്ഥമായ സ്നേഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരുവൻ തൻ്റെ സഹോദരന് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹത്തിൻ്റെ പരമോന്നതമായിരിക്കുന്ന ആവിഷ്കാരം അഥവാ അതിൻ്റെ ഉദാഹരണം സ്നേഹിക്കുന്നവന് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ലാസറിനെ ഉയർപ്പിക്കാൻ യേശു ക്രിസ്തു ഗലീലയിൽ നിന്ന് ബഥാനിയിലേക്ക് പോകുമ്പോൾ യഹൂദന്മാരവനെ കല്ലെറിയാൻ അവിടെ കാത്തിരിക്കുന്നു, അതുകൊണ്ട് പോകരുതെന്ന് 11 ശിഷ്യന്മാരും വിലക്കിയപ്പോൾ തോമാശ്ലീഹ പറയുന്നു, പോക, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാമെന്നാണ്. എന്തുകൊണ്ടാണ്? അവനോടുകൂടെ മരിക്കുക, അവനെ കല്ലെറിയുകയാണെന്നുണ്ടെങ്കിൽ, അവനോടുകൂടെ കല്ലെറിയപ്പെട്ട് മരിക്കുവാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ തൻ്റെ ഗുരുവിനുള്ള സ്നേഹം അതിനപ്പുറമായിട്ട് വെളിപ്പെടുത്തുവാൻ ഒരു വാക്യവുമില്ല. അങ്ങനെ കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുവാനും കല്ലേറേൽക്കുവാനും കുരിശിക്കപ്പെടുവാനും പത്രോശ്ലീഹായിക്കും പോലെ അതുപോലെ പൗലോശ്ലീഹായിക്ക് കഴിഞ്ഞു. ഞാൻ മുമ്പേ ഓർമ്മിച്ചതായ 2-ാമത്തെ കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പൗലോശ്ലീഹ പറയുന്നുണ്ട്, ഒന്നുകുറെ 40 അടി 5 വട്ടം കൊണ്ടതും, കള്ളന്മാരാലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, അപമാനം, പട്ടിണി, ഇങ്ങനെ അനേകമായിരിക്കുന്ന കഷ്ടതകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കഷ്ടതകളെല്ലാം ഞാൻ ഏൽക്കുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുവാൻ കഴിയും. ഏതെല്ലാം പരാജയങ്ങൾ എനിക്കുണ്ടായിരുന്നാലും ഏതെല്ലാം വിജയങ്ങൾ എനിക്കുണ്ടായിരുന്നാലും യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്നും മാറുവാൻ ഇടയാവില്ല. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹായിക്ക് അവസാനം പറയാൻ കഴിഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതുകൊണ്ട് നീതിയുടെ കിരീടം എനിക്കായി മുടഞ്ഞു വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയിൽ നിന്ന് ആ ദിവസം ഞാൻ പ്രാപിക്കും. ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്, എനിക്ക് മാത്രമല്ല അവനിൽ പ്രിയം വെച്ച ഏവർക്കും കൂടിയെന്നാ പറയുന്നത്. പൗലോസ്ലീഹ ഒരു തുറന്ന വാതിൽ നമുക്ക് തരികയാണ്. ഈ കിരീടം പ്രാപിക്കുന്നത് ഞാൻ പ്രാപിച്ചിരിക്കുന്നു, പക്ഷേ അതെനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ ഈ വിശ്വാസം കാക്കുകയും നല്ല പോർ പൊരുതുകയും ഓട്ടം തേക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, അവനിൽ പ്രിയം വെച്ച എല്ലാവർക്കും നേടുവാനുള്ളതാണ് ആ കിരീടം. കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് നാം പറയുകയും കർത്താവിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും ചേരുകയില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയും ചെയ്താൽ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ അത്രേ എനിക്ക് കൊള്ളാകുന്നവൻ. അപ്പോൾ ശ്ലീഹന്മാർ നമുക്ക് നൽകുന്നതായ കാര്യം, നൽകുന്നതായ സന്ദേശം, കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തിനനുസൃതമായ ജീവിതം ഉണ്ടാവും. ഇത് നമുക്ക് ജീവിതത്തിൽ ഓർമ്മിക്കാനുള്ളതാണ്. നാം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിന് അനുസരിച്ചുള്ളതായ ജീവിത ശൈലി നമുക്ക് വേണം. ആ സ്നേഹം വെളിപ്പെടുത്തുന്നതായ പ്രവർത്തന ശൈലികൾ നമുക്കുണ്ടാവണം. അത് കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അപകടങ്ങളും രോഗങ്ങളും വരുമ്പോൾ പുഞ്ചിരിക്കുന്നതായ വ്യക്തിത്വത്തോടുകൂടി അവയെ നേരിടുവാനുള്ളതായ ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ്. അവയൊന്നും നമുക്ക് നമ്മുടെ വിശ്വാസത്തെയും യേശുക്രിസ്തുവിനുള്ള ബന്ധത്തെയും മാറ്റിക്കളയുന്നതല്ല. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, യാതൊന്നിനും യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ തന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. അപ്രകാരം വേർപിരിക്കാതിരിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ യേശുക്രിസ്തുവിനുള്ളതായ ബന്ധത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണമെങ്കിൽ, അവനുള്ള സ്നേഹത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഉപദേശം
നമ്മുടെ ഉള്ളിൽ സ്ഥിരമായിരിക്കണം എങ്കിലേ സാധിക്കും. സംശയിക്കുന്നവൻ കാറ്റടിച്ചടയുന്ന കടൽ തിരയ്ക്ക് സമൻ എന്ന് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. നാം ഏത് വിശ്വാസത്തിലാണ് നിൽക്കുന്നത്, സഭയുടെ വിശ്വാസം എന്താണ്, അതിലുള്ളതായ ഉറപ്പ് നമുക്ക് വേണം. ഞാൻ ഏതിലാണ് നിൽക്കുന്നത്, ഏത് വിശ്വാസത്തിലാണ് നിൽക്കുന്നത്, ആ വിശ്വാസത്തെക്കുറിച്ചുള്ള ഉപദേശത്തെക്കുറിച്ചുള്ള ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് യാതൊന്നും ഭയപ്പെടുവാനില്ലാതെ ജീവിക്കാൻ സാധിക്കും. ഏതെല്ലാം കഷ്ടതകളും ദുഃഖങ്ങളും വന്നിരുന്നാലും ഒന്നെനിക്ക് പറയുവാനുണ്ട്, കഷ്ടങ്ങൾ സാരമില്ല. എന്തുകൊണ്ടാണ് കഷ്ടങ്ങൾ സാരമില്ലെന്ന് പൗലോസ് ശ്ലീഹ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ കഷ്ടങ്ങൾ സാരമില്ല. അതെൻ്റെ ജീവിതത്തിൻ്റെ ആപ്തവാക്യമായി തീരുമ്പോൾ എനിക്കൊന്നിനെയും ഭയപ്പെടുവാനില്ല. പണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കാൻ പോയ ഒരു മിഷനറിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുറിച്ചൊരു കഥ പറയും. രണ്ടുപേരും കൂടി അന്ന് കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് കപ്പലിൽ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് കപ്പൽ വലിയൊരു കൊടുങ്കാറ്റിലകപ്പെട്ട് കപ്പൽ ആടിത്തുടങ്ങി. കപ്പലിനകത്തുള്ള എല്ലാവരും അവരവരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കപ്പലിൻ്റെ അകത്ത് എല്ലാവരോടും കൂടെ പ്രാർത്ഥിക്കുന്നതായ മിഷനറിയുടെ ഭാര്യ നോക്കിയപ്പോൾ അദ്ദേഹത്തെ അവളുടെ ഭർത്താവിനെ കാണാനില്ല ഈ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ. അവൾ ഓടിയ അകത്ത് കപ്പൽ മുഴുവൻ തിരഞ്ഞു നടന്ന് നോക്കിയപ്പോൾ കപ്പലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഇയാള് ഫിഡിൽ വായിക്കുക. തൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന ആ ഒരു സംഗീത ഉപകരണം കൊണ്ട് അത് വായിച്ച് ഒരു ക്രിസ്തീയ പാട്ടൊക്കെ ചൊല്ലി ഇങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുക. കപ്പൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഭാര്യ ചെന്ന് പറഞ്ഞു, മനുഷ്യ, നിങ്ങളെന്തായി കാണിക്കുന്നത്? നിങ്ങൾക്ക് പാട്ടുപാടി സന്തോഷിക്കാനുള്ള സമയം ഇപ്പോഴാണോ? കപ്പൽ ആടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പാടില്ലേ? താഴെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും അവരവരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, നമുക്കും പ്രാർത്ഥിക്കാം, ഇറങ്ങി വാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ പോയി പ്രാർത്ഥിച്ചോ, ഞാനിവിടെ ഇരുന്നോട്ടെ. അപ്പോൾ സ്ത്രീ വിചാരിച്ചെന്നാൽ കുറച്ച് കഴിഞ്ഞ്, ഞാനിപ്പോൾ പറഞ്ഞത് തൽക്കാലം എതിർത്തെങ്കിലും കുറച്ച് കഴിയുമ്പോൾ വരുമെന്നാണ് വിചാരിച്ച്. കുറേ കഴിഞ്ഞിട്ടും ആളിനെ കാണുന്നില്ല. രണ്ടാമതും ചെന്ന് പറഞ്ഞു, രണ്ടാമതും പറഞ്ഞു, നീ പോയി പ്രാർത്ഥിച്ചോ, ഞാനിവിടെ ഇരുന്നോട്ടെ. മൂന്നാമത് ചെന്നതായ സമയത്ത് ഈ മിഷനറി എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ കോട്ട്, ടൈയും കോട്ടും ഒക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു കൈത്തോക്കെടുത്തു. ഈ കൈത്തോക്ക് അവർ പോകുന്നത് വന്യമൃഗങ്ങളോ ഒക്കെ ഉള്ളതായ സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോൾ കാട്ടുരാജ്യത്താണ് പോകുന്നത്, അന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കൈത്തോക്ക് എടുത്തിട്ട് ഭാര്യയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞാനിപ്പം നിന്നെ വെടിവെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഭാര്യ അങ്ങ് പൊട്ടിച്ചിരിച്ചു. കക്കക്കാതിങ്ങ് ചിരിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്തിനാ നീ ചിരിക്കുന്നത്? ഞാനിപ്പം നിന്നെ വെടിവെക്കും. പിന്നെ അവർ ചിരിക്കുക. അയാൾ പിന്നെയും പറഞ്ഞു, ഞാൻ നിന്നെ വെടിവെക്കും. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ എന്നെ വെടിവെക്കില്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ വിവാഹം കഴിച്ച് കുടുംബമായി ജീവിച്ചിട്ട് ഇത്ര വർഷങ്ങളായി. നിങ്ങൾ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും ഞാൻ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ എന്നെ നേരെ ഒരിക്കലും ഒഴുക്കിയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിങ്ങനെ ഈ തമാശ കാണിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചു പോയതാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന ഒരു കാര്യം, പിസ്റ്റൽ അല്ലെങ്കിൽ കൈത്തോക്ക് അകത്തിട്ടിട്ട് പറയുന്നത്, ഇത് നിന്നെ പഠിപ്പിക്കാനായിട്ടാണ് ഞാനിതെടുത്തത്. ഞാൻ കർത്താവിനെ വിശ്വസിച്ചിട്ട് ഇത്ര നാളായി. ഈ കർത്താവിനെ എത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നും ഈ കർത്താവ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് നല്ല ബോധ്യമാണ്. അതുകൊണ്ട് അവൻ്റെ ദൗത്യം നിർവഹിക്കാനായിട്ടാണ് ഞാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ആ ദൗത്യ നിർവഹണത്തിൽ എനിക്കൊരു ദോഷവും വരികയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിപ്പോൾ ഇവിടെ എനിക്ക് പ്രാർത്ഥിക്കുന്നതിന് എന്താ കുഴപ്പം?
എനിക്ക് പാട്ട് പാടുന്നതിന് ഒരു കുഴപ്പമില്ല. യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിലുള്ള ഉറപ്പ്, ആ വിശ്വാസത്തിലുള്ളതായ ഉറപ്പ്, ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് അപകടങ്ങളിലും കഷ്ടതകളിലും ദുഃഖങ്ങളിലും നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമതൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നത്, ഈ ശിഷ്യന്മാര് കർത്താവിൻ്റെ അടുത്ത് എന്ന് പത്രോസ്ലിയ അടുത്ത് എന്ന് ചോദിച്ചത് എന്താ? ഞങ്ങൾക്ക് എന്ത് കിട്ടും? നിന്റെ കൂടെ ഇത്രയും നാൾ ഞങ്ങൾ നടന്നു, അപ്പൊ ഞങ്ങൾക്കിവിടെ എന്താ കിട്ടാൻ പോണത്? ഞങ്ങൾ എന്തിനാ നിങ്ങളുടെ പുറകെ നടക്കുന്നത്? അപ്പൊ അതിനുള്ള എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇത് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്താണ്? ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമെന്ന് പറഞ്ഞു. ആ ഒട്ടകവും സൂചിക്കുഴയിലെ കിടക്കുന്ന പോലെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ മനുഷ്യർക്ക് എങ്ങനെയാ രക്ഷപ്പെടാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ കർത്താവ് പറഞ്ഞു, മനുഷ്യനാൽ അസാധ്യമാണ്, പക്ഷെ ദൈവത്താൽ സാധ്യമാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു തീർന്ന ഉടനെയാണ് പത്രോസ്ലിയ ചോദിക്കുന്നത്, ഈ ദൈവരാജ്യത്തെ പ്രവേശിക്കാനായിട്ട് അല്ലെങ്കിൽ നല്ലവനായിരിക്കുവാൻ, ദൈവരാജ്യം പ്രാപിക്കാനായിട്ട് ഇത്ര പ്രയാസമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇത്രയും നാൾ നിന്റെ പുറകെ നടന്നാൽ ഞങ്ങൾക്ക് പിന്നെ എന്നാ കിട്ടാൻ പോണേ? ഞങ്ങളെക്കൊണ്ട് ഇതുവല്ലോ സാധിക്കുമെന്ന് ചോദിക്കൂ. അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന്. ദൈവരാജ്യത്തിലെ വാടാത്ത കിരീടത്തെക്കുറിച്ചുള്ള ആ ബോധ്യം, അതവർക്ക് ആ ബോധ്യമുള്ളത് കൊണ്ടാണ് പത്രോസ്ലിയ പിന്നെയും കർത്താവിൻ്റെ പിന്നാലെ പോരുന്നത്. നിനക്ക് ദൈവരാജ്യത്തിലുള്ളതായ സ്ഥാനം നിനക്ക് ലഭിക്കും. അത് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതായ സ്ഥാനമാണ്. ആ സ്ഥാനം നമുക്ക് ലഭിക്കുമെന്നുള്ളതായ ഉറപ്പിലാണ് നമുക്ക് ജീവിക്കാനുള്ളത്. ആ ശ്ലീഹന്മാർ കർത്താവിന് വേണ്ടി കഷ്ടപ്പാട് സഹിച്ചത് എന്തിനാ? അവരെന്തിനാ ത്യാഗപൂർണമായ ഒരു ജീവിതം നയിച്ചത്? ത്യാഗപൂർണമായ ഒരു ജീവിതം നയിച്ചതിൻ്റെ പിന്നിൽ ഞാൻ എവിടെയായിരിക്കുന്നു അവിടെ എൻ്റെ ശുശ്രൂഷക്കാരനുമായിരിക്കുമെന്ന വാഗ്ദാനം ലഭിച്ചതുകൊണ്ട്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റവൻ, മരിച്ചവനും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, പിതാവാൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. ആ സ്ഥാനത്താണ് നമുക്ക് ഓരോരുത്തർക്കും ഇരിക്കാൻ ഇടം ലഭിക്കുന്നത്. ഞാൻ എവിടെയായിരിക്കുന്നു അവിടെ ശിഷ്യന്മാരുമായിരിക്കും. അത്രമാത്രം ഉന്നതമായ സ്ഥാനം. അതാണ് ഭാഗ്യസ്മരണാർഹനായ ഗീവറീസ് മാർ ഒസ്താദ്യോസ് തിരുമേനി ഒരിക്കലൊരു സങ്കീർത്തന ഭാഗം എടുത്തിട്ട് ഒരു കൺവെൻഷൻ പ്രസംഗം ചെയ്തു. എന്താണെന്നറിയാമോ? എൻ്റെ പരമാനന്ദമായ കർത്താവ്, എൻ്റെ പരമാനന്ദമായ കർത്താവ് എന്നാണ് ചെയ്തത്. ഈ പരമാനന്ദത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. ഞാൻ ഈ ലോകത്തിൽ ഏത് തരത്തിലുള്ള ജീവിതം എനിക്കുണ്ടായിരുന്നാലും ഇതിനപ്പുറമായൊരു പരമാനന്ദമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് കർത്താവ് തന്നെയാണ്, ധനവാന്റെയും ലാസറിൻ്റെയും കഥയിൽ കൂടി. അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ കർത്താവ് പറഞ്ഞിട്ട്, ഇവിടെ കഷ്ടപ്പാടും ദുഃഖവും അനുഭവിച്ചതായ ലാസർ, കർത്താവിന് അബ്രഹാം ധനവാനോട് പറയാണ്, നീ നിന്റെ ജീവിതത്തിൽ സുഖവും സന്തോഷവും അനുഭവിച്ചു, ഈ ലാസറോ ദുഃഖവും പ്രയാസവും അനുഭവിച്ചു. ഇന്ന് നീ അവിടെ കിടക്കുന്നു, ലാസർ ഇന്ന് ആശ്വസിക്കുന്നു. അപ്പോൾ കഷ്ടതകളും പ്രയാസങ്ങളും എന്ന് പറയുന്നത് അവയിൽ തന്നെ നമുക്ക് നാശോത്മകമായിരിക്കുന്ന കാര്യങ്ങളല്ല, നേരെ മറിച്ച് ഫലദായകങ്ങളാണ്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു അറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നുവെന്നാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിക്കുന്നു. കഷ്ടത എനിക്ക് പ്രത്യാശ ഉളവാക്കുന്നു. എന്താണ് പ്രത്യാശ? നീതിയുള്ള കിരീടം എനിക്ക് ലഭിക്കും, അത് നീതിയുള്ള ന്യായാധിപനിക്കാൻ തരും, എനിക്ക് മാത്രമാണ്, അവൽ പ്രവീമിച്ച ഏവർക്കും നൽകുമെന്നുള്ള ആ പ്രത്യാശ. ആ പ്രത്യാശയിൽ വരണമെന്നുണ്ടെങ്കിൽ, ആ പ്രത്യാശയിൽ നമുക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കൂടി കടന്നുപോയെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ കൂടി നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഈ ഒരു ബോധ്യം ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാവണം. ഇന്നത്തെ എൻ്റെ ജീവിതം എനിക്ക് ലഭിക്കുന്നത് എന്താണ്? എനിക്ക് കഷ്ടതയാണ്, ദുഃഖമാണ്,
പ്രയാസങ്ങളാണ്, സാരമില്ല. ദൈവത്തെ അറിഞ്ഞ് നീ ജീവിക്കുന്നെങ്കിൽ പരമാനന്ദത്തിലേക്കാണ് നീ പോകുന്നത്, നിന്റെ പരമാനന്ദമായ യേശു ക്രിസ്തുവിലേക്കാണ് പോകുന്നത് എന്നുള്ളതായ ബോധ്യത്തോടുകൂടി ദൈനംദിനം ജീവിക്കണം. അതെനിക്ക് മരിച്ചു കഴിഞ്ഞ് കർത്താവ് വരുമ്പോൾ എപ്പോഴേലും കിട്ടുമെന്നുള്ളതായ ഒരു കാര്യമല്ല. ഇന്നു മുതൽ ആ പരമാനന്ദത്തിൽ ജീവിക്കുവാൻ, ആ യേശു ക്രിസ്തുവുമായ ബന്ധത്തിലെ പരമാനന്ദത്തിൽ ജീവിക്കുവാനും അതിൻ്റെ ആത്യന്തികമായ ഫലം പ്രാപിക്കുവാനും സാധിക്കുന്നുവെങ്കിൽ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കഷ്ടങ്ങൾ സാരമില്ല. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് നമ്മൾ വിചാരിച്ചാൽ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. വളരെ ഭക്തനായ ഒരു മനുഷ്യൻ 84 വയസ്സ് വരെ ജീവിച്ചു. 8 മക്കൾ അദ്ദേഹത്തിനുണ്ട്. 8 മക്കളും നല്ല നിലയിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ്. വളരെ ഭക്തനായി ജീവിച്ച മനുഷ്യൻ ലോകത്തിലെ എല്ലാ തരത്തിലുമുള്ള കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചു. ഭക്തനായി സഭയുടെ വിശ്വാസവും ആരാധനയും പ്രാർത്ഥനയും എല്ലാം നിർവഹിച്ചു. തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചോദിച്ചതെല്ലാം ദൈവം അദ്ദേഹത്തിന് അനുഗ്രഹമായി നൽകി. മക്കൾക്കും കുടുംബത്തിനുമൊക്കെ ശ്രേഷ്ഠത നൽകി. പക്ഷേ 84 വയസ്സ് വരെ ഒരാശുപത്രിയിലും പ്രവേശിക്കാത്തതായ ആ മനുഷ്യൻ 84-ാം വയസ്സിൽ ആശുപത്രിയിൽ പ്രവേശിച്ചു. അതുവരെ ആർക്കും അറിയില്ല. 84-ാം വയസ്സിൽ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് വളരെയധികം വിഷമത്തോടുകൂടെ മക്കളെ വിളിച്ചു പറഞ്ഞു, ഇത് ക്യാൻസറാണ്. മാത്രമല്ല, ഇറ്റ്സ് എ ഗാലപ്പിംഗ് ക്യാൻസർ. ഇത് അധിക ദിവസങ്ങൾക്കുള്ളിൽ ഇയാൾ മരിച്ചു പോകും. അതുപോലെ അക്യൂട്ടായുള്ള ഒരു സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ചികിത്സ ഒന്നും ചെയ്യാനില്ല, ദിവസങ്ങൾക്കുള്ളിൽ ഈ പിതാവ് മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോ രോഗിയോട് ഈ വിവരം പറയണം. 4-5 ദിവസമല്ല ഉള്ളൂ. ഇതിനിടയ്ക്ക് ആത്മീയമായി ഒരുക്കം ചെയ്യാനായിട്ട് ആളിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് രോഗിയോട് പറയണം. മക്കളോട് പറഞ്ഞു, അപ്പച്ചനോട് പറഞ്ഞ് അപ്പച്ചൻ ആ തരത്തിൽ ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് അപ്പച്ചനോട് പറയണം. അപ്പോൾ മക്കൾ പറഞ്ഞു, അത് ഞങ്ങൾക്ക് പറ്റിയില്ല, ഞങ്ങൾ അപ്പച്ചനോട് ഇത് പറയാനുള്ളതായ ധൈര്യം ഞങ്ങൾക്കില്ല, അതുകൊണ്ട് ഡോക്ടർ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ശരി ഞാൻ പറയാം. ഡോക്ടർ ചെന്ന് അപ്പച്ചനോട് ചരിത്രമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പതിയെ അവിടെ ഇവിടെ ഒക്കെ പറഞ്ഞു അവസാനം പറഞ്ഞു, ഇത് ക്യാൻസറാണ്, ഇത് 3-4 ദിവസം ഉള്ളൂ. അത്ര ലേറ്റായിട്ടാണ് ഇവിടെ ആശുപത്രി വന്നിരിക്കുന്നത്. വേറെ ഒരു മാർഗവുമില്ല, ചികിത്സയ്ക്കുള്ള മാർഗമൊന്നുമില്ല. അതുകൊണ്ട് അപ്പച്ചന് എത്രയും വേഗം വീട്ടിൽ പോവുക, മക്കളെയൊക്കെ കാണുക, സന്തോഷമായിട്ട് 4-5 ദിവസം എത്രയാ എന്നുള്ളത് ഏകദേശം അവരുടെ മെഡിക്കൽ ആയിരിക്കുന്ന ഒരു റെക്കോർഡ് അനുസരിച്ച് ഇത്ര ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപ്പച്ചൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയാമോ? ഡോക്ടറെ, ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഈ ക്യാൻസർ തുടരുമോ എനിക്ക് എന്നാ ചോദിച്ചു. മരിച്ചു കഴിഞ്ഞാലും ഈ ക്യാൻസർ എനിക്ക് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അവർ അത്ഭുതപ്പെട്ടു പോയി. എന്താ ഉദ്ദേശിക്കുന്നത്? മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കർത്താവിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്, അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ എനിക്ക് ഈ ക്യാൻസർ ഇല്ല, പിന്നെ എനിക്കെന്താ പേടിക്കാനുള്ളത്? ഈ ലോകത്തിൽ അപ്പച്ചനൊരു ബോധ്യമുണ്ട്, ക്യാൻസർ ഉള്ളവൻ്റെ ശരീരം 6 അടി മണ്ണിൽ വെച്ചാലും ക്യാൻസർ ഇല്ലാത്തവൻ്റേത് 6 അടി മണ്ണിൽ വെച്ചാലും ഒരേ ചെതല് ഒരുപോലെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് പക്ഷേ അതിന് രൂപാന്തരം വന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാൻ പോകുന്ന എൻ്റെ പരമാനന്ദമായ കർത്താവിൻ്റെ അടുത്തേക്കാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഇവിടെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ആ ബോധ്യത്തോടുകൂടെ ഞാൻ പോകുന്നത് എവിടേക്കാണെന്നുള്ളതായ ലക്ഷ്യബോധ്യത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അതാണ് ശ്ലീഹന്മാരുടെ പെരുന്നാളിൽ പത്രോസ് പൗലോസ് ശ്ലീഹന്മാർ ആ രക്തസാക്ഷി മരണം പ്രാപിക്കുന്നതിന് അവരെ പ്രേരിപ്പിച്ചതായ വലിയ സംഗതി കിരീടം പ്രാപിക്കാനുള്ള യാത്രയാണ് ഞങ്ങളുടെ. ആ ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടായാൽ
ഈ ലോകത്തിൽ നമുക്ക് നല്ല സാക്ഷികളായി ജീവിക്കുവാൻ ഈ പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്നത് അന്വർത്ഥമായി തീരും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.